السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ക്ലിപ്പ് എല്ലാവരും സശ്രദ്ധം കേൾക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതിനുശേഷം വേണം എനിക്ക് പറയാനുള്ള മറുപടികൾ നിങ്ങൾ കേൾക്കേണ്ടത്. കാഫിറായി മരിച്ചുപോയ ഒരാൾക്കും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ല എന്നാ. ജീവിച്ചിരിക്കുന്ന ഒരു അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ദുന്യാവിൽ ഖൈർ കിട്ടാൻ വേണ്ടി ദ്വാരക്കാം. പക്ഷേ മരണപ്പെട്ടു കഴിഞ്ഞാൽ പടച്ചവനെ പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. പുണ്യനബി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാതിരുന്നത് അതിന്റെ പേരിലാണെന്ന് വെച്ച് കെട്ടരുത്. അത് ചേർത്ത് പറയാൻ. ഉമ്മാക്ക് വേണ്ടി, ആമിന ബീവിക്ക് വേണ്ടി അബവായിൽ സിയാറത്ത് ചെയ്തപ്പോൾ നബി തങ്ങൾക്ക് അള്ളാഹു അനുമതി നൽകിയില്ല പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മഹാന്മാർ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം എല്ലാ ഹദീസുകളും ചേർത്ത് വെക്കുമ്പോൾ ഷഹീദുകൾക്ക് മയ്യിത്ത് നിസ്കാരമില്ല. ഷഹീദായി മരിച്ച ഒരാൾക്ക് മയ്യിത്ത് നിസ്കാരമില്ല. എന്തുകൊണ്ടില്ല? അവര് അതിലും പവിത്രതയിലാണ്. അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ, അവർക്ക് ആ ഷഹീദാകുന്നതോടുകൂടെ അള്ളാഹു പുറത്തു കൊടുത്തുന്ന അതിന്റെ അർത്ഥം അവർ പ്രാർത്ഥിക്കപ്പെടാൻ പാടില്ലാത്തവരായതിന്റെ പേരിലാണോ? നബിയെ, അങ്ങയുടെ മാതാവ് അങ്ങേക്ക് ജന്മം നൽകിയ മാതാവാണ്. അങ്ങയുടെ ശരീരം ചേർന്ന് കിടക്കുന്ന മദീനയിലെ മണ്ണാണ് ലോകസ്ഥമായതെങ്കിൽ അത് അങ്ങയുടെ ശരീരം വന്ന് കിടന്നപ്പോൾ കിട്ടിയ പുണ്യമാണ് റൗളക്ക്. അങ്ങനെയെങ്കിൽ അങ്ങയുടെ ശരീരം വളർന്ന ഒരു ഗർഭാശയമുള്ള ആ ഉമ്മയുടെ ശരീരം അങ്ങയോട് ചേർന്ന് കിടന്ന് ആ ഉമ്മയുടെ ഗർഭാശയത്തിലാണ് അങ്ങയുടെ മാംസവും എല്ലും രൂപപ്പെട്ടതെങ്കിൽ അങ്ങ് വഫാത്തായതിനു ശേഷം ചേർന്ന് വന്ന് കിടക്കുന്ന മണ്ണിന് പുണ്യമുണ്ടെങ്കിൽ അങ്ങയുടെ ജനനവും അങ്ങയുടെ വളർച്ചയും നടന്ന ഗർഭാശയമുള്ള ആ ഉമ്മാക്ക് പുണ്യമുണ്ടാവുകയില്ലയോ? നമ്മൾ എന്തായി മനസ്സിലാക്കുന്നത്? ലോജിക്കല്ലേ അത് മനസ്സിലാക്കാൻ? ലോജിക്കല്ലേ അത്? ഹബീബിന്റെ ഉമ്മക്ക് പുണ്യമില്ലെന്ന് എങ്ങനെ പറയും? ആ ഉമ്മയില്ലല്ലേ പുണ്യനബി തങ്ങൾ? അല്ലെങ്കിൽ അർത്ഥം എന്താ? വാപ്പയും ഉമ്മയും മുശ്രിക്കുകളായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും പറയാൻ പാടില്ല. അത് അങ്ങനെയാണെന്ന് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ഒരാൾ പറയുകയാണെങ്കിൽ 40 വയസ്സാകുമ്പോൾ നബിതങ്ങൾ കുഫറിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് പറയേണ്ടി വരൂലേ? അതല്ലേ അങ്ങനെ വരിക? അങ്ങനെയാണോ പ്രവാചകന്മാരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് ഉമ്മയെ വാപ്പയെ പറ്റി പറയുമ്പോൾ തർദിയത്ത് ചെയ്യണമെന്ന്, റളിയല്ലാഹു അൻഹു എന്ന് പറയണമെന്നാണ്. അത്രമേൽ പുണ്യമാണവർ. നബിതങ്ങൾക്ക് ജന്മം നൽകിയവരാ. ഹബീബിന്റെ നുത്ഫ കൊണ്ട് നടന്ന ഒരു പിതാവിന്റെ ദുഹർ, ആ അബ്ദുള്ള എന്നവര് മുശ്രിക്കാണെന്ന് നബിതങ്ങൾ അഫ്ദലുർ റസൂൽ, ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങൾക്കും റസൂലിന്റെ ശഫാഅത്തുണ്ട്, അവർക്ക് ജന്മം നൽകി ഉമ്മാക്ക് വാപ്പാക്ക് അത് കിട്ടൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ പറഞ്ഞത് എത്ര വലിയ അബദ്ധമാണ്, എത്ര വലിയ നന്ദികേടാണ്. സ്വന്തം ഉമ്മാക്ക് ഉപ്പാക്കും ദുആയിരക്കണേ എന്ന് പഠിപ്പിക്കുക ഖുർആൻ. റസൂലുള്ളാഹി ഞങ്ങളോട് പറയാ, വഖുൽ, അങ്ങ് പറയണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഞാൻ കുഞ്ഞായിരുന്ന നാളിൽ എന്നെ പോറ്റി വളർത്തിയ പോലെ എനിക്ക് ജന്മം തന്നതിന് അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ. ഖുർആൻ പറഞ്ഞു, നബിയെ നിങ്ങൾ ദ്വാരക്കരുതേ, നിങ്ങൾക്ക് പാടില്ല, മുഅ്മിനീങ്ങൾ ദ്വാരനാ മതി. അങ്ങനെയാണോ? അല്ല, അങ്ങും ദുആ ചെയ്യണം. അതൊക്കെ പോരെ? ഇതെല്ലാം ചേർത്തിയിട്ടേ സ്വഹീഹ് മുസ്ലിമിലെ ഹദീഥിനെ സമിൻ അബി വ അബാക ഫിന്നാർ എന്ന് പറഞ്ഞെടുത്ത് അബി എന്ന പ്രയോഗം തങ്ങൾ പ്രയോഗിച്ചു. അത് അബൂലഹബിനെ കുറിച്ചാണ്. എന്റെയും നിന്റെയും കുടുംബവും ബന്ധുക്കാരനുമായ അബൂലഹബ് നരകത്തിലാണ് എന്നേ അതിനർത്ഥം കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ അബൂ താലിബിനെ കുറിച്ചായിരിക്കാം. എന്നല്ലാതെ വാലിദി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വാപ്പയെ കുറിച്ച് മാത്രമാണ്. ഇതിൽ ഒന്നാമത്തെ വശത്തിൽ സിംസാറുൽ ഹഖ് പറയുന്നത്, മുശ്രിക്കുകളായ കാഫിറുകളായ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല എന്ന് ദീനുൽ ഇസ്ലാമിൽ നിയമമുണ്ട് എന്നാണ്. അത് തീർച്ചയായും ശരിയായ ഒരു പ്രസ്താവനയാണ്. അതിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തെളിവുകളുണ്ട്. അതാണ് ഞാൻ താഴെ തഫ്സീർ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ ഒന്നാമതായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കന്മാർ, അവിടത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായ ആളുകൾ, അവിടുത്തെ പൂർവ്വ പിതാക്കന്മാരായ ആളുകൾ, അവരൊക്കെ യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിൽ തന്നെ ഉള്ളവരാണ് എന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും അവർക്ക് ഇസ്തിഗ്ഫാർ നടത്തണമെന്നും അവർക്ക് വേണ്ടി തർദിയത്ത് നടത്തണമെന്നും അതൊക്കെ അനിവാര്യമാണ് എന്നും അത് മുസ്ലിമീങ്ങളുടെ മേൽ ബാധ്യതയാണ് എന്നും തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ ചില പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിനെ നിരൂപണം ചെയ്യൽ കൂടി ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ വശങ്ങളെയും നിരൂപണം ചെയ്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒന്നാമതായി പറഞ്ഞ വിഷയമുണ്ടല്ലോ, കാഫിറുകളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്താൻ, അതായത് ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടി തേടാൻ പാടില്ല. അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നാൽ കാഫിറായി മരിച്ചുപോയ ഒരാളാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ പാടില്ല. അത് ഖുർആന്റെ വളരെ ഖണ്ഡിതമായ ഒരു തത്വമാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്താണ്, സൂറത്ത് തൗബയിലെ 113, 114 ആയത്താണ് മുകളിൽ കൊടുത്തത്.
മാ കാന ലിന്നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീന. നബിയാകട്ടെ മുഅ്മിനീങ്ങളാകട്ടെ അവർക്ക് സാധ്യമല്ല, പറ്റുന്നതല്ല. എന്ത് പറ്റൂല? അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളായ ആളുകൾ, മുശ്രിക്കായ എന്നാണ് കാഫറായി പോവുക, ശിർക്ക് ചെയ്തുകൊണ്ട് കാഫറായി പോവുക, അള്ളാഹു അല്ലാത്തവരുടെ പ്രാർത്ഥിക്കുക, ഇബാദത്ത് ചെയ്യുക, അങ്ങനെ കാഫറായി പോകുന്നവരായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. മുഅ്മിനീങ്ങൾക്കും പാടില്ല, നബിക്കും പാടില്ല. വലൗ കാനൂ ഉലി ഖുർബ, അങ്ങനെ മരിച്ചുപോയ, കാഫറായി മരിച്ചുപോയ ഒരാൾ, അയാൾ ഏറ്റവും കുടുംബ ബന്ധമുള്ളവനായിരുന്നാലും ശരി, കുടുംബ ബന്ധമുള്ളവനായിരുന്നാലും ശരി, വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ആരാണെങ്കിലും, അത്തരം ആളുകൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയാൻ പാടില്ല എന്നാണ്. മിൻ ബഅദി മാ തബയ്യന ലഹും, ഇവർക്ക് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം, അന്നഹും അസ്ഹാബുൽ ജഹീം, ശിർക്ക് കൊണ്ടും കുഫർ കൊണ്ടും നരകാവകാശികളായി തീർന്നിട്ടുണ്ട് എന്ന് ബോധ്യമായ, പ്രവർത്തനങ്ങൾ കൊണ്ട് ബോധ്യമായ ഒരാളുടെ കാര്യത്തിൽ അങ്ങനെ വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. ഇതൊരു നിയമമാണ്. പിന്നെ പറയുന്നത് എന്താ? വമാകാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിമ, എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലി അബീഹി, തൻ്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയല്ലോ, അത് ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിന് നൽകിയിട്ടുള്ള വഅദ്, ഒരു കരാർ, ഒരു എന്താ പറയാ, ഒരു വാഗ്ദാനം, ആ വാഗ്ദാന നിർവഹണത്തിന്റെ ഭാഗമായിരുന്നു. ഫലമ്മാ തബയ്യന ലഹു, പിന്നീട് അദ്ദേഹത്തിന് വ്യക്തമായി അന്നഹു അദുവ്വുല്ലില്ലാഹി, ആ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന് മനസ്സിലായപ്പോൾ തബറഅ മിൻഹു, അദ്ദേഹം ചെയ്തിട്ടുള്ള ആ കാര്യത്തിൽ നിന്നും അദ്ദേഹം മുക്തനായി. അതായത് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന കാര്യത്തിൽ അദ്ദേഹം മുക്തനായി. ഇന്ന ഇബ്രാഹിമ, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ല അവ്വാഹുൻ ഹലീമുൻ, അവ്വാഹാണ്. അവ്വാഹ് എന്ന് പറഞ്ഞാൽ റജ്ജാ എന്നാണ് അർത്ഥം, മടങ്ങുന്നവൻ, ചെയ്തു പോയതിൽ നിന്നും മടങ്ങുക, ഖേദിച്ച് മടങ്ങുന്നവനാണ്. പിന്നെയോ ഹലീമുൻ, ഹലീം എന്ന് പറഞ്ഞാൽ ദൂ റഹ്മത്തിൽ ഖൽഖി, സൃഷ്ടികളോട് അങ്ങേയറ്റം കാരുണ്യവും കനിവുള്ളവനാണ്, അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇനി അതിന്റെ തഫ്സീർ എന്താന്ന് വായിക്കാം. ഖാലൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് പറയാണ്, ഹദ്ദസന അബ്ദുറസാഖ് ഞങ്ങളോട് പറഞ്ഞു, ഹദ്ദസന മഅമർ ഞങ്ങളോട് പറഞ്ഞു എന്ന്. അനി സുഹ്രിയിൽ നിന്നുള്ള റിവായത്താണ്. അൻ ഇബ്നുൽ മുസയ്യിബ്, ഇബ്നുൽ മുസയ്യിബിൽ നിന്നാണ് റിവായത്ത് ഉണ്ടാകുന്നത്. അൻ അബീഹി, ഇബ്നുൽ മുസയ്യിബിൻ തന്റെ പിതാവിൽ നിന്നാണ് കിട്ടിയത്. ഖാല, അദ്ദേഹം പറഞ്ഞു, ലമ്മാ ഹളറത്ത് അബാ താലിബിൻ അൽ വഫാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അധികം സഹായം ചെയ്തിട്ടുള്ള തൻ്റെ പിതൃവ്യൻ, അതായത് പിതാവിന്റെ സഹോദരനായ അബൂ താലിബ്, ആ അബൂ താലിബിന് മരണമാസന്നമായപ്പോൾ ദഖല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മരിക്കാൻ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നു. വഇൻദഹു, അയാളുടെ അടുക്കൽ ഉണ്ട് അപ്പോൾ അബൂ ജഹൽ വ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ, മുശ്രിക്കീങ്ങളുടെ നേതാവായ അബൂ ജഹലും അബ്ദുല്ലാഹിബ്നു ഉമയ്യയും ഒക്കെ ഉണ്ട്. ഫഖാല ഐ അമ്മി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മനെ വിളിച്ചുകൊണ്ട്, അതായത് അബൂ താലിബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അമ്മി, എന്റെ പിതൃവ്യ, ഖുൽ, അങ്ങ് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, കലിമതൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ താങ്കൾക്ക് വേണ്ടി എനിക്കൊന്ന് വാദിച്ചു നോക്കാൻ താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നും മരണസമയത്ത് റസൂൽ ചെന്ന് പറയാണ്. ഫഖാല അബൂ ജഹൽ വ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ, ഇത് കേട്ടപ്പോ അബൂ ജഹലും അബ്ദുല്ലാഹിബ്നു ഉമയ്യ അടങ്ങുന്ന മുശ്രിക്കുകളുടെ തലതൊട്ടപ്പന്മാര് പറഞ്ഞു, യാ അബാ താലിബ്, ഏ അബൂ താലിബേ, തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ നിന്ന് അതിനോട് താങ്കൾ വിരക്തി കാണിക്കുകയാണോ, വെറുപ്പ് കാണിക്കുകയാണോ എന്ന് ചോദിച്ചു. ഫഖാല അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അവസാനമായി അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ മടിക്കുകയും അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ് ഞാൻ മരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂല് പറഞ്ഞു, ലാ അസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻക, താങ്കളുടെ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുക തന്നെ ചെയ്യും, ഞാൻ അതിൽ നിന്ന് അങ്ങയുടെ കാര്യത്തിൽ എന്നെ അള്ളാഹു വിലക്കുന്നത് വരേക്കും അത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. ഫനസലത്ത്, അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. ഏതായത്ത്? മാ കാന ലിന്നബി വല്ലദീന ആമനു, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ സത്യവിശ്വാസികൾക്കാകട്ടെ പറ്റുകയില്ല അയ്യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ. അതായത് അബൂ താലിബ് മുശ്രിക്കായിട്ടാണ് മരിച്ചു പോകുന്നത്. ഇസ്ലാമിന് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള, നബിക്ക് ഒരുപാട് സംരക്ഷണം കൊടുത്തിട്ടുള്ള ആളാണ്, നബിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ആളാണ്. ആ സ്നേഹങ്ങളൊന്നും കൊണ്ടുവന്ന് കാര്യമില്ല, മുശ്രിക്കായി പോയി മരിച്ചുപോയി. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ നബിക്ക് പറ്റൂല.
നബി എന്ത് പറഞ്ഞു? ലാ അസ്തഗ്ഫിറന്ന ലക, അങ്ങക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്താണ്. വലൗ കാനൂ ഉലി ഖുർബ, അവർ മരിച്ചു പോകുന്നവരായ ആളുകൾ, കാഫറായി മരിച്ചു പോകുന്നവരായ ആളുകൾ ഏറ്റവും അടുത്ത കുടുംബക്കാരാണെങ്കിലും ശരി, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, ശിർക്ക് ചെയ്തുകൊണ്ട് നരകാവകാശികളായി പോകുന്നവരാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റുകയില്ല. ഖാല ഫനസലത്ത് ഫീഹി, അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഇറങ്ങിയ മറ്റൊരായത്താണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ, മറിച്ച് അള്ളാഹു അവൻ വിചാരിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നു. അപ്പൊ ഈ രണ്ടായത്തിലൂടെ അബൂ താലിബിന്റെ കാര്യത്തിൽ ഇറങ്ങിയതാണ് മുസ്ലിമീങ്ങൾക്ക് പറ്റാത്ത മുശ്രിക്കുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് പാടില്ലാത്തതാണെന്ന് ഖണ്ഡിതമായി ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണ്? അബൂ താലിബ് മരിച്ചു പോകുന്നത് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് അനുസരിച്ചാകുന്നു എന്ന് പറഞ്ഞ് മരിച്ചുപോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഖുർആൻ എന്ത് പറയുന്നത്? കാഫറായി മരിച്ചുപോയി, മുശ്രിക്കായി മരിച്ചുപോയി എന്ന് പറഞ്ഞത്. ആ മുശ്രിക്കും കാഫറുമായ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് പിൻപറ്റിയാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള അബൂ താലിബിന്റെ മരണവും എന്തായി? കാഫറിന്റെ മരണമായി. അങ്ങനെയുള്ള ഒരാൾക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല എന്ന് പറയുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഊതി വീർപ്പിക്കപ്പെട്ടുള്ള പാരമ്പര്യങ്ങൾ പൊളിഞ്ഞു പാപ്പറാണ് ഇവിടെ. നബിയുടെ പരമ്പര ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ളവരൊക്കെയും എന്താണ്? യഥാർത്ഥ ഹിദായത്തിലാണ് എന്നാണ് ഇവിടുത്തെ സമസ്തക്കാരൻ വാദിക്കുന്നത്. ആ വാദത്തിന്റെ മുനയാണ് ഒന്നാമതായി പൊടിയുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തനുസരിച്ചാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞു പോയ വ്യക്തിയെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ത്? അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി മാക്കാന ലിന്നബി വല്ലദീന ആമനു, നബിക്കോ അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾക്കോ പറ്റുകയില്ല യസ്തഗ്ഫിറുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞതോടുകൂടി എന്ത് മനസ്സിലായി? അവരൊക്കെ മുശ്രിക്കീങ്ങളായി കാഫറായി മരിച്ചുപോയതാണ് എന്ന് മനസ്സിലായി. അപ്പൊ പൂർവ്വപിതാക്കന്മാര് മോശക്കാരായി മരിച്ചു പോവുക എന്നത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് ഒരു കോട്ടവും സംഭവിക്കുന്നതല്ല എന്ന ആശയം ഇവിടെ സ്പഷ്ടമായി. ഇനി പറയാനുള്ള കാര്യം എന്താ? ആ ആയത്തിന്റെ രണ്ടാമത്തെ ഒരു വശത്ത് പറഞ്ഞല്ലോ, അതെന്താണ്? വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം അലി അബീഹി, എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ പാപമോചനത്തിന് തേടിയല്ലോ. ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു, ആ പിതാവിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയിട്ടുള്ള ഒരു വാഗ്ദാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഫലമാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ്, തന്റെ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് ഇബ്രാഹിം നബിക്ക് ബോധ്യമായപ്പോ തബറഅ മിൻഹു, ആ ഇസ്തിഗ്ഫാറിൽ നിന്നും അയാളിൽ നിന്നും ഇബ്രാഹിം നബി മോചനം നേടി. കാരണം ഇന്ന ഇബ്രാഹിം അല അവ്വാഹുൻ ഹലീം, ഇബ്രാഹിം നബി അങ്ങേയറ്റം വിവേകത്തോടു കൂടി പെരുമാറുന്ന, ആളുകളോട് കാരുണ്യമുള്ള, കൂടുതൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളാണ് എന്നാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഇബ്രാഹിം നബിയുടെ ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ച് എന്താണ്, എവിടെയാണ് ഇബ്രാഹിം നബി അത് പറഞ്ഞത്? സൂറത്ത് മറിയമിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? ഇബ്രാഹിം നബിന്റെ അടുക്കൽ ചെന്നിട്ട് യാ അബത്തി എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്തപ്പോ എന്താണ് പിതാവ് പറഞ്ഞത്? ല അർജുമന്നക വഹുജുർനി മലിയ, നിനക്ക് എന്നെ വിട്ടു പോകലാണെന്നല്ലേ, എന്നെ എറിഞ്ഞു വായിക്കും എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു സലാമുൻ അലൈക, ഖാല സലാമുൻ അലൈക, നിനക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ താങ്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. ഇന്നഹു കാന ബി ഹഫിയ, തീർച്ചയായും എന്റെ റബ്ബ് എന്നോട് അങ്ങേയറ്റം കനിവുള്ളവനാകുന്നു. ആ കനിവ് അള്ളാഹു തആല സ്വീകരിക്കുകയും താങ്കൾക്ക് വേണ്ടി ഞാൻ അദ്ഉ ലക ബിൽ ഹിദായത്തി വൽ മഗ്ഫിറത്തി, പാപമോചനത്തിന് വേണ്ടിയും ഹിദായത്തിന് വേണ്ടിയും അള്ളാഹുവിനോട് ദുആ ചെയ്യും എന്ന് ഇബ്രാഹിം നബി നൽകിയിട്ടുള്ള വാഗ്ദാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് ആണ് ഇവിടെ ഈ ആയത്തിൽ പറയുന്നത്. ആ വാഗ്ദാന പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിന് വേണ്ടി പാപമോചനത്തിന് തേടിയത്. എന്നാൽ ആ തേടിയത് തെറ്റായി പോയി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോ അതിൽ നിന്ന് അദ്ദേഹം മുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. ഇനി മാത്രല്ല, ഇബ്രാഹിം നബിയുടെ ആ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതെവിടെയാണ്? സൂറത്ത് മുംതഹിനയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും. എന്ത് കാര്യത്തിലാ മാതൃക? ഇത് ഖാലൂ ലിഖൗമിഹിം,
അവർ അവരുടെ ജനസമൂഹത്തോട് പറഞ്ഞു, ഇന്നാ ബുറാഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമുക്തരാണ് എന്ന്. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നും ഞങ്ങൾ പരിപൂർണ്ണ മുക്തരാണ് എന്ന് പറഞ്ഞവരായ ആളുകളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളിൽ അവിശ്വസിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ദാ, നമ്മൾ തമ്മിൽ കടുത്ത ശത്രുതയും വിരോധവും നിലനിൽക്കുന്നതാണ്. ഹത്താ തുമിനു ബില്ലാഹി വഹ്ദ, നിങ്ങൾ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് വരെ എന്ന് പറഞ്ഞ ആദർശപരമായ കണിശത പുലർത്തിയിട്ടുള്ള ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാൻ, ഇല്ലാ ഖൗല ഇബ്രാഹിം ലി അബീഹി, ഇബ്രാഹിം നബി തന്റെ പിതാവിനോട് പറഞ്ഞിട്ടുള്ള വാക്കിൽ ഒഴികെ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന്. എന്താണ് പറഞ്ഞത്? ലി അബീഹി ലാ അസ്തഗ്ഫിറന്ന ലക, തീർച്ചയായും ഞാൻ താങ്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക തന്നെ ചെയ്യും എന്ന് ഇബ്രാഹിം നബി പറഞ്ഞല്ലോ. ആ പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയില്ല, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. അതായത് അള്ളാഹുവിന്റെ ശത്രുക്കളാണ്, ശിർക്കിന്റെയും കുഫറിന്റെയും വക്താക്കളാണ് എങ്കിൽ അവർക്ക് വേണ്ടി പാപമോചനത്തിന് തേടുക എന്ന് പറയുന്ന സംഗതി ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെ നബിമാരിൽ നിന്നുണ്ടായത് പ്രത്യേകമായ ഒരു പശ്ചാത്തലത്തിലാണ്. അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ സിംസാറുൽ ഹക്ക് പറഞ്ഞിട്ടുള്ള കാര്യം 100% ഹക്കാണ് എന്നതാണ് ഇവിടെ തെളിയുന്ന സംഗതി. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള അടുത്ത വിഷയങ്ങളിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ പ്രവേശിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറകല്ലാഹു ഫീക്കും അജ്മഈൻ.